ഇത് നമ്മുടെ ബ്രോഡ്വേ ആണ്, മേത്തർ ബസാറാണ്. അപ്പോൾ ഇവിടെ വരാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ക്രിസ്മസ് ടൈമിലൊന്ന് വരണം. ഞാൻ ക്രിസ്മസിൻ്റെ ഇത് കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല, മേടിക്കാനും വന്നതല്ല. ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് ബ്രോഡ്വേയിൽ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രൗണിക്കുട്ടനൊരു പെറ്റ് ഷോ ഉണ്ട്, അപ്പോൾ അവനൊരു ചിറക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബ്രോഡ്വേ ആകെ ക്രിസ്മസ് മയം. അന്ന് ഒന്ന് വീഡിയോ എടുത്തേക്കാം, കുറച്ച് ഐറ്റംസ് മേടിക്കാമെന്നും വിചാരിച്ചു. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. അപ്പം എല്ലാവരും ക്രിസ്മസ് അടുക്കണ ടൈം ആവാൻ നിൽക്കല്ലേ, അതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് ബ്രോഡ്വേയിൽ വന്ന് പോകണം. കാരണം ഇപ്പം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 2-3 ദിവസം ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു 15-ാം തീയതിക്ക് പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. അപ്പം തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ഇങ്ങോട്ടൊന്നും കയറാനേ പറ്റത്തില്ല, അത്ര തിരക്കായിരിക്കും. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയൊക്കെ എടുക്കാം. തന്നെയല്ല, നമുക്ക് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റെയർ കളക്ഷൻസ് ഉണ്ട് ബ്രോഡ്വേയിൽ. ഇത് CK മാത്യു ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എനിക്ക് എല്ലാ ഷോപ്പിനേലും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷേ റേറ്റ് ഉണ്ട് അത്യാവശ്യം, പക്ഷെ നല്ല എന്താ പറയുക, നല്ല ഐറ്റംസാണ്. ഇത് സെറാമിക്കിൻ്റെ പ്ലേറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അപ്പം ഞാൻ ഈ ഷോപ്പിൽ വന്നപ്പം എനിക്ക് നല്ല രസമായിട്ട് തോന്നി, അതായിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമുക്ക് റെയർ കളക്ഷൻസൊക്കെ ആദ്യമൊക്കെ തീർന്നു പോകും. ആദ്യം വന്നവരൊക്കെ മേടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം കിട്ടും. അപ്പം പിന്നെ ഞാൻ പറയുവാണെങ്കിൽ മേടിച്ചില്ലെങ്കിലും ചുമ്മാ വന്ന് കണ്ടുപോയാൽ തന്നെ മനസ്സിനും കണ്ണിനും ഒരു കുളിർമയാണ് അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 10-13 വർഷമായിട്ട് ഇതൊന്നും ആസ്വദിക്കാനൊന്നും ടൈം കിട്ടാറില്ല. ഇത് യാദൃശ്ചികമായിട്ട് വന്ന് ഇങ്ങനെ കണ്ടു പോയതാണ് ഞാൻ. കാരണം കേക്കിൻ്റെ ഫീൽഡിലോട്ട് വന്നിട്ടൊരു 13 വർഷമായി. അപ്പോൾ തൊട്ട് നമ്മൾ ക്രിസ്മസ് ടൈം വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കേക്കിന് ഒന്നും കൂടെ തിരക്ക് കൂടും, പ്ലം കേക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ ഒട്ടും ടൈം കിട്ടത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾ വേറെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് എനിക്കിത് കാണാനൊക്കെ ആയിട്ട് ഭാഗ്യമുണ്ടായി. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ലൊരു വെറൈറ്റി തോന്നി ഈ ഷോപ്പിൽ. ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ. പണ്ടൊക്കെ ആയിരുന്നു, എൻ്റെ അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ മുറ്റത്തൊരു മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കലും, അപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാനൊക്കെ ആയിട്ട്. എന്ത് രസമായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ഇതൊന്നും കാണുന്നില്ല, കരോള് പാടിപ്പോവലും എല്ലാം. ഇപ്പം എനിക്ക് തോന്നണേ എനിക്ക് തിരക്കായിട്ടായിരിക്കാം. ഇത് കണ്ടില്ലേ, ബ്രോഡ്വേയിൽ ഭയങ്കര നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒന്ന് വന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യൂ കേട്ടോ. ഒരുപാട് ലേറ്റ് ആവണ്ട, ഇപ്പം തന്നെ വന്ന് മേടിക്കേണ്ടവരാണെങ്കിൽ മേടിച്ചൊക്കെ പൊക്കോ. നക്ഷത്രങ്ങൾക്കും വേണ്ടി മാത്രമുള്ള സ്റ്റോറുണ്ട്. പിന്നെ കരോളൊക്കെ പാടി പോകുന്നവർക്കായിട്ട് ഈ ക്രിസ്മസ് ഫാദറിൻ്റെ ഉടുപ്പുകളും മുഖംമൂടികളും എല്ലാം ഉള്ള ഷോപ്പുണ്ട് കേട്ടോ. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബ്രൗണിക്കുട്ടിന് ചിറക് മേടിക്കാൻ വന്നതാണ്. ഒരു ചിറക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് കളറ്. ഞാനൊരു പിങ്കിൽ ലൈറ്റ് കത്തണ ഒരു ചിറകാണ് നോക്കി നടന്നത്, പക്ഷെ അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് തന്നെ എടുക്കാം. അങ്ങനെ പുൽക്കൂടും എന്താ ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, എന്ത് രസമായി ഷോപ്പിൽ. ഈ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, അത്ര രസമായിട്ട് തോന്നി. പിന്നെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. എല്ലാവരും വരുന്നതായിരിക്കാം ബ്രോഡ്വേയിലൊക്കെ, എന്നാലും കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും എങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ്ടോ. ഇപ്പം എല്ലാവരും ക്രിസ്മസ് ട്രീയും, നമ്മൾ പണ്ടൊക്കെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ നക്ഷത്രങ്ങളൊക്കെ മാത്രമായിരുന്നു നമ്മളങ്ങനെ. ഇപ്പം എല്ലാവരും വീടിൻ്റെ അകമൊക്കെ ക്രിസ്മസ് വരുമ്പോൾ ആ ക്രിസ്മസ് വൈബ് വരുത്താൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഐറ്റംസൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ ചിറക് കിട്ടി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.